സുരേഷ് ഗോപി എന്തായാലും നല്ല നടനാണ് എന്ന് അയാൾ മുമ്പേ തെളിയിച്ചിട്ടുള്ളത്. മുമ്പേ എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡൊക്കെ വിന്നറാവും. അയാൾ നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. അപ്പോൾ അതുപോലൊരു നാഷണൽ അവാർഡ് വിന്നിങ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് വാങ്ങാനുള്ള പണിയിലാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡബിൾ എൻജിൻ സർക്കാരാണ്. അതായത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP വരുന്ന സ്റ്റേറ്റുകളിലൊന്ന് ഡബിൾ എൻജിൻ സർക്കാർ എന്നാണ് അതിനെ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഈ ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നോക്കി നിൽക്കെ മലയാളി പുരോഹിതന്മാരെ ആക്രമിക്കുന്ന, അതായത് സംഘപരിവാർ ലൈനുള്ളവരായിരിക്കും ആക്രമിക്കുന്ന വീഡിയോ നമ്മൾ പുറത്തു കണ്ടു. സൗകര്യമല്ല പറയാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ചോദിക്കുന്നത് മാധ്യമം ആരാ, നിങ്ങളാരാ, നീ ആരാ? പഴയ ലൈനാണ് ഈ മറ്റേ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ച് പഴയ ഒരു ആട്യത്വം നിറഞ്ഞ പുള്ളി എന്തോ ചെയ്യുന്ന വലിയ സംഭവമാണെന്ന്. പുള്ളി ഇത്രയും മണ്ടത്തരം ചെയ്തിട്ട് പുള്ളി ആരാണെന്ന് പുള്ളിക്കറിയില്ല. ഒന്നാമത് പുള്ളിയോട് ചോദിക്കാനുള്ള കാരണം എന്താ? മാധ്യമപ്രവർത്തകർ എന്തിനാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ഈ ചോദ്യം ചോദിക്കുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസഭയിൽ അംഗമാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ജയിച്ചു പോയ അംഗമാണ്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇയാൾക്കുണ്ടെന്ന് ഇയാൾക്ക് സ്വയം തിരിച്ചറിയാൻ ബോധമില്ലാത്ത ആളെയൊക്കെ പിടിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയത് മലയാളികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അയാളെ ജയിപ്പിച്ചു വിട്ടത് മലയാളികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്.